ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം അസാധാരണ അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡിലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ കാണുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് വേണ്ടി വേണം. ഇന്നത്തെ വചനം അത്ഭുതം ചെയ്തിരിക്കും. നമുക്കൊന്നിച്ച് വചനത്തിലേക്ക് കടക്കാം. ഇന്ന് യിരെമ്യാവിന്റെ പ്രവചനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജെറമ്യാവിന്റെ പ്രവചനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. യിരെമ്യാ പ്രവചനം 15-19. ബൈബിളുള്ളവർക്ക് തുറക്കാം. പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. വീണ്ടും ഞാൻ നിന്നെ കൈക്കൊള്ളും. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലാകും. അവർ നിന്റെ പക്ഷം തിരിയും. നീ അവരുടെ പക്ഷം തിരിയത്തില്ല. അടുത്ത വാക്യം കൂടെ വായിച്ചേരെ. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. മതി. ഈ വാക്യം വളരെ ശക്തമായ വാക്യമാണ്. രണ്ട് സന്ദേശങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഒന്ന്, നിന്റെ വാ ദൈവത്തിന്റെ വായാകും. രണ്ട്, അവർ നിന്റെ പക്ഷം തിരിയും. നീ അവരുടെ പക്ഷം ആകത്തില്ല. രണ്ട് ദൈവിക ദൂതുകളാ കർത്താവ് ഇവിടെ തരുന്നത്. ചിലരുടെ വായ് ദൈവത്തിന്റെ വായാകും. നിന്നോട് വാദിക്കുന്ന ചിലർ നിന്റെ പക്ഷത്ത് തിരിയും. അതാ ഇന്നത്തെ ദൂത്. നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുക, ചിലരൊക്കെ നിന്റെ പക്ഷം തിരിയാൻ പോകുകയാ. നിനക്കെതിരെ കെണിവെച്ചവനും കുരുക്ക് വെച്ചവനും നിന്റെ ഭാവിയെ ഉടച്ചു കളയാൻ പദ്ധതിയിട്ടവരും അവർ നിന്റെ പക്ഷമാകും. നീ അവരുടെ പക്ഷമാകത്തില്ല. അതാ ഇന്നത്തെ നമ്മുടെ ചിന്ത. രണ്ട് ദൂത് ദൈവം തന്നു. ചിലരുടെ വായ് എനിക്ക് ആവശ്യമുണ്ട്. തൊട്ടേച്ച് പറ, നിങ്ങളുടെ വാ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറ. അപ്പൊ തന്നെ സാത്താൻ ചിലരുടെ വാ കോൺട്രാക്ട് എടുത്തിട്ടുമുണ്ട്. നിങ്ങളാ തീരുമാനിക്കേണ്ടേ, വാ ദൈവത്തിന് കൊടുക്കുമോ വാ സാത്താന് കൊടുക്കുമോ? ദൈവത്തിന് വാ കൊടുത്താൽ നടക്കുന്ന വിടുതൽ അവർ നിന്റെ പക്ഷമാകും. ചില സാഹചര്യങ്ങൾ തിരിയും, ചില അന്തരീക്ഷങ്ങൾ മറിയും. നീ കണ്ടിട്ടില്ലാത്ത മണ്ഡലത്തിൽ ശക്തമായ വിടുതൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ നിന്റെ പക്ഷം തിരിയും. എനിക്ക് ദൈവത്തിൽ നിന്ന് ഒറ്റ ദൂതേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. ആ ദൂതിന്റെ ആകെ തൂക്കം പറയാം. അതൊരു വാക്കേ ഉള്ളൂ. ചിലതൊക്കെ തിരിയും. തിരിഞ്ഞില്ലെങ്കിൽ കർത്താവ് തിരിക്കും. നിങ്ങൾ കാണാത്തൊരു കൈ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഇതിന് ചിലതൊക്കെ ദൈവം തിരിച്ചാ ഇവിടുന്ന് പോകത്തുള്ളൂ. കോട്ടയം പട്ടണം കാണത്തക്കവണ്ണം കർത്താവ് ചിലതിനെ തിരിക്കാൻ പോകുന്നു. ആത്മമണ്ഡലം തുറന്നു കിടക്കുന്നു. വിശ്വസിക്കാൻ, നിനക്കെതിരായി തന്ത്രങ്ങൾ മെടഞ്ഞ ചിലതിനെ എന്റെ കർത്താവ് തിരിക്കുന്നു. ലോർഡ്, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി ഇന്ന്, നിന്റെ ആരാധനയുടെ വിടുതലായി ഇന്ന് നിനക്കെതിരെ തിരിഞ്ഞ ചിലരെ ദൈവം നിന്നിലേക്ക് തിരിക്കാൻ പോകുന്നു. നീ അവരുടെ പക്ഷമാകത്തില്ല. അവർ നിന്റെ, സിമ്പിളായിട്ട് പറയാം, ലളിതമായിട്ട് പറയാം, മനസ്സിലാവുന്ന ഭാഷയെ പറയാം. ഒറ്റയ്ക്ക് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി നിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു പറയുന്ന ചിലരോട് തിരിച്ചു പറയാം, അങ്ങനല്ല.
ഞാൻ നിങ്ങളുടെ പക്ഷമാകത്തില്ല, നിങ്ങൾ എന്റെ പക്ഷമാവും. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ചിലർ നിന്റെ പക്ഷത്ത് വരും. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ നുണ പറഞ്ഞു വരുത്തിയ ചിലർ നിന്റെ പക്ഷത്ത് വരും. നിന്റെ കുടുംബത്തെ ചിത്രിപ്പിക്കുവാൻ പദ്ധതിയിട്ട ചിലർ നിന്റെ പക്ഷത്ത് വരും. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ചില വീട്ടിൽ കൂട്ട സ്നാനം നടക്കാൻ പോകുകയാ. ചില വീടിന്റെ ബെഡ്റൂമിൽ അന്യഭാഷകൾ ഒഴുകാൻ പോകുകയാ. ചില വീടിനകത്ത് ദൂതന്മാർ ഇറങ്ങി നടക്കാൻ പോകുകയാ. വിശ്വസിക്കുക, അവർ നിന്റെ പക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇവിടെ ഇരിക്കുന്ന വേറൊള്ള ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വന്നില്ലേ? നിനക്ക് എതിരെ നിൽക്കുന്ന, നിന്റെ വീട്ടിൽ നിൽക്കുന്ന ആ വ്യക്തി നിന്റെ പക്ഷത്താവും. ഇത് നടക്കാൻ പോവാ. കർത്താവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ഇന്നൊരു പ്രഭാതത്തിൽ പറഞ്ഞു, ചിലതിനെ ഞാൻ തിരിക്കും, നിനക്കത് കാണാൻ പറ്റും. നീ അടുത്ത ദിവസങ്ങൾ ഈ സ്റ്റേജിൽ സാക്ഷി പറയും, അത് തിരിഞ്ഞു ബ്രദറെ, അത് തിരിഞ്ഞു. ശുശ്രൂഷ കാണുന്ന നിന്നോട് ദൂത് പറയുക, നിനക്കെതിരെ നിൽക്കുന്ന ചിലത് തിരിയാൻ പോവാ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ച് പറ, കർത്താവ് ചിലതിനെ തിരിക്കുമെന്ന് പറ. അതാ ഇന്നത്തെ മെസ്സേജ്. ഈ ഇരമ്യാ പ്രവചനം 15-ാം അധ്യായം, ഇരമ്യാവ് കണ്ണുനീരിന്റെ പ്രവാചകനാ. ഇരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ, പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവേ, നിന്നെ ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിയമിച്ചു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അവൻ പറയാ, യഹോവേ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കാരണം ഞാൻ ബാലനല്ലോ. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, യഹോവ അരുളി ചെയ്തു, ഞാൻ ബാലനെന്ന് നീ പറയരുത്. നീ ബാലനെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. മനസ്സിലായോ? നീ പോയച്ച് അവരോട് ചിരിച്ച് ഹായ് ബായ് പറഞ്ഞു പോരരുത്. ഞാൻ പറയുന്ന കാര്യം മുഖത്ത് നോക്കി പറയണം. മിണ്ടുന്നില്ല. ഞാൻ കർത്താവിന്റെ സ്തോത്രം പറയുന്ന കാര്യം മുഖത്തു നോക്കി പറയണം. അടുത്തത്, നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നീ അവരെ പേടിക്കരുത്. ഞാൻ നിന്നോട് പറയുന്നത് നീ അവരോട് പറയണം. ഇരമ്യാവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിർമൂലമാക്കാനും ഇടിക്കാനും പൊളിക്കാനും. ആ വാക്യം ഒന്ന് കഴിച്ചേ. നിർമൂലമാക്കുവാനും. വാക്യം എത്ര പറഞ്ഞേ? 10-ാം വാക്യം ശ്രദ്ധിച്ചേ. നിർമൂലമാക്കുവാനും പൊളിക്കാനും നശിപ്പിക്കാനും ഇടിച്ചു കളയാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് ആമീൻ പറയണം. കണ്ടേച്ചു പോരാനല്ല, നിർമൂലമാക്കാൻ, ഇടിക്കാൻ, പൊളിക്കാൻ, പണിയാൻ ഞാൻ നിന്നെ ചിലതിന്മേൽ ആക്കി വെച്ചിരിക്കുന്നു. ഒരു ദൈവപൈതന് കർത്താവ് തന്നെ അധികാരം കണ്ടേച്ചു പോരാനല്ല, കേട്ടേച്ചു പോരാനല്ല. കർത്താവിന്റെ സ്വന്തം നിർമൂലമാക്കാൻ, ഇടിക്കാൻ, പൊളിക്കാൻ, നിർമൂലമാക്കാൻ, പണിയാൻ ഒക്കെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക. മനസ്സിലായില്ല? നിന്റെ ശുശ്രൂഷ ഇടിക്കേണ്ടതിനെ ഇടിക്കണം, പൊളിക്കേണ്ടതിനെ പൊളിക്കണം, പണിയേണ്ടതിനെ പണിയണം. ഈ ചിലർക്ക് ഇടിക്കുന്ന പൊളിക്കുന്ന ശുശ്രൂഷ മാത്രമേ ഉള്ളൂ, പണിയുന്ന ശുശ്രൂഷയില്ല. ഒരു മിനിസ്ട്രി അല്ല. ഇടിക്കേണ്ടതിനെ ഇടിക്കണം, പൊളിക്കേണ്ടതിനെ പൊളിക്കണം, പണിയേണ്ടതിനെ പണിയണം. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചിട്ടെ, കർത്താവിന് സ്തോത്രം. ചില ആൾക്കാർ പറയാറുണ്ട്, കുളം കുഴിക്കുമ്പോൾ തെങ്ങ് വീഴാൻ നിൽക്കണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിരിക്കുന്ന ഏറിയ
കർത്താവിന് സ്തോത്രം, കുളം ഉണ്ടാക്കാൻ പോവുക. അപ്പൊ അന്നേരം JCB കൊണ്ടുവന്ന തെങ്ങ് മറിക്കണ്ട, കുളം കുഴിക്കുമ്പോൾ തെങ്ങ് തന്നെ മറിഞ്ഞോളൂ. ഗ്ലോറി എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിച്ച കുഞ്ഞെ, ചിലതിനെ ഇടിക്കുവാനും പൊളിക്കുവാനും ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇരമ്യാവ് കണ്ണുനീരിന്റെ പ്രവാചകനാ. ആ ഇരമ്യാവ് കർത്താവിന് സ്തോത്രം പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ ഇരമ്യ പ്രവചനം 15-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ടത്. ആ അധ്യായം വളരെ ശക്തമായ അധ്യായമാണ്. ഇപ്പോഴേ പറയാം, ആ അധ്യായത്തിൽ വായിച്ച വാക്യത്തിന്റെ ഒടുക്കം ഭയങ്കര ശുശ്രൂഷയാ, പക്ഷെ തുടക്കം ഇച്ചിരി സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിന് സ്തോത്രം. എങ്കിലും അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിന് 16-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ഇരമ്യ 15:15. യഹോവേ, നീ അറിയുന്നു, എന്നെ ഓർത്ത് സന്ദർശിക്കണമേ, എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണം. എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുത്. അടുത്തത്, നിന്റെ നിമിത്തം ഞാൻ നിന്ന സഹിക്കുന്നു, എന്നെ ഓർക്കണമേ. അടുത്തത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അവിടെ രാമിയും പറയണം. ഇരമ്യ പറയാ, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആമേൻ. വേദപുസ്തകത്തിന്റെ ഭാഗമുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനം കേൾക്കാനുള്ള ആർത്തി. എത്ര പേർക്ക് വചനം കേൾക്കാൻ ആർത്തിയുണ്ട്? ശ്രദ്ധിക്കണമേ, അതിന്റെ കാരണം പറയാം. ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോഴേ ഒരു ദൂത് പറയാം. സാത്താനെതിരെയുള്ള അക്രമാസക്തമായ ആയുധമാ ദൈവവചനം. മനസ്സിലായോ? വചനം കർത്താവിന്റെ സ്തോത്രം കാണാതെ പഠിച്ച പോരാ, ഹൃദയത്തിന്റെ ഭിത്തിയിൽ വചനം പതിയണം. കാരണം ദൈവവചനം എന്ന് പേര് പറയുന്ന കർത്താവിന്റെ സ്തോത്രം വചനത്തിന്റെ ശക്തി ഭയങ്കരമാ. നിനക്കെതിരെ പിശാച് ഏത് അസ്ത്രം അഴിച്ചു വിട്ടാലും അതിനെ തടയുന്നതാ വചനം. സ്തോത്ര യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില രാജ്യത്ത് സ്കഡ് മിസൈൽ അടിക്കുമ്പോൾ അതിനെ ആകാശത്ത് തകർക്കുന്ന കർത്താവിന്റെ സ്തോത്രം ചെറുക്കാൻ കഴിവുള്ള വേറെ മിസൈലുകൾ ആകാശത്തിലേക്ക് തൊടുത്തുവിടുന്നത് പോലെ പരിശുദ്ധാത്മ പറയുക, ലക്ഷ്യത്തോട് അയച്ച പലതിനെ വഴിമധ്യത്തിൽ തകർക്കുന്നതാ ദൈവവചനം. രാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ, നിന്റെ അകത്തിരിക്കുന്ന വചനം തക്ക സമയത്ത് എടുത്ത് കരങ്ങളിൽ ഉപയോഗിക്കണം. കാരണം വചനം ഭയങ്കര കരുത്തുള്ളതാ. അത് ആർത്തു വിളിച്ചോ രാമയും പറഞ്ഞാട്ട്. ശ്രദ്ധിച്ചു കേൾക്കാൻ ദൂതിലേക്ക് വരുന്നു. കർത്താവിന്റെ സ്തോത്രം 16-ാം അധ്യായത്തിൽ ഞാൻ 16-ാം വാക്യത്തിൽ ഞാൻ വചനം കണ്ടെത്തി ഭക്ഷിച്ചു. ആമേൻ. അടുത്ത കേട്ടെ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ടെത്തി, അടുത്തിരിക്കുന്ന തൊട്ടോട്ട് വചനം കണ്ടെത്തി ഭക്ഷിക്കണമെന്ന് പറ. ചിലർക്ക് കർത്താവിന്റെ സ്തോത്രം ദൈവവചനം എത്ര ഭക്ഷിച്ചാലും കൊതി തീരത്തില്ല. അങ്ങനെ വേണം. ശ്രദ്ധിച്ചു കേൾക്കുക കുഞ്ഞെ. കർത്താവ്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നു. ശ്രദ്ധിക്കണം കുഞ്ഞെ, ദൈവവചനത്തോടെ നമുക്കൊരാർത്തി ഉണ്ടാകണം. ഒരാർത്തി. വചനം കേൾക്കാനുള്ള ആർത്തി. ചില പിള്ളേര് കണ്ടിട്ടില്ലയോ, എത്ര സിനിമ കണ്ടാലും കൊതി തീരത്തില്ല. പിന്നെ കണ്ടോണ്ടിരിക്കും. കർത്താവിന്റെ സ്തോത്രം. TV വരുന്നത് കണ്ടു കഴിഞ്ഞത് കൂടാതെ കർത്താവിന്റെ സ്തോത്രം ഇപ്പൊ മൊബൈലിലേക്ക് എത്തുന്നു, ലാപ്ടോപ്പിൽ കൊണ്ടു നടക്കുന്നു, പെൻഡ്രൈവെ കൊണ്ടു നടക്കുന്നു. കണ്ടാ കൊതി തീരത്തില്ല. സ്തോത്ര കുഞ്ഞെ, അതിനോടല്ല കൊതി വരേണ്ടത്, വചനത്തോട് ആർത്തി വരണം. ആമേൻ. ശ്രദ്ധിക്കണമേ, വചനം കേൾക്കാനുള്ള ആർത്തി. ശ്രദ്ധിച്ച്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അടുത്തത്, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. അതാ വിഷയം. കണ്ടെത്തി ഭക്ഷിച്ചാൽ അതെന്താകും? നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവും. എന്റെ ഹൃദയത്തിന് വചനം ആനന്ദമാ. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, ഒരു 5 കോടി രൂപ ലോട്ടറി അടിച്ച സന്തോഷമാ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത്. ശ്രദ്ധിച്ചു കേട്ടെ കർത്താവിന്റെ സ്തോത്രം എന്ന് പറഞ്ഞ സ്തോത്രം. ഇവിടെ ബൈബിൾ പറയാ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കരമാ. അതിനോട് തുല്യം വെക്കാൻ ഈ ഉലകത്ത് വേറൊന്നുമില്ല. വീട്ടുകാരെതിർത്താലും, നാട്ടുകാരെതിർത്താലും, സ്വന്തം ഭർത്താവ് എതിർത്താലും, സ്വന്തം ഭാര്യ എതിർത്താലും വചനം കേൾക്കാൻ പോകും. കാര്യം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഒരാമയും പറഞ്ഞാട്ട് ഏത് മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതാ ദൈവവചനം. ഞാൻ താഴോട്ട് വരിക. 16-ാമത്തെ വാക്യത്തിൽ നിൽക്കാൻ നേരമില്ല. കർത്താവിന്റെ സ്തോത്രം. കാര്യം നമുക്ക് വാക്യം കർത്താവിന്റെ സ്തോത്രം താഴോട്ട് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം വായിക്കാം. 19-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ. ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, നിങ്ങളോടാന്ന് പറ. മിണ്ടുന്നില്ല. നീ മടങ്ങി വന്നാൽ. അത് പറഞ്ഞപ്പോ സ്തോത്രം നിന്നല്ലോ. എന്നാലും വേണ്ടില്ല, ഇന്ന് അതേക്കുറിച്ച് 10 കാര്യം പറയാൻ പോവാ.
വേദപുസ്തകം പറയുന്നു, നിന്റെ വാ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ പക്ഷം ചിലരെ തിരിക്കാൻ ദൈവം തയ്യാറാ. പക്ഷേ നീ മടങ്ങി വരണം, മടങ്ങി വരണം. ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ആമേൻ. ശ്രദ്ധിക്കണമേ, എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ശക്തമായി പ്രസംഗിക്കണം. ജനത്തിനൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ആമേൻ. കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടും അല്ലിവിടെ. ചിലർ യഥാർത്ഥമായി കർത്താവിലേക്ക് മടങ്ങി വരണം. നിന്നെ നയിച്ച് നിന്നെ കൊണ്ടുപോകുന്ന ഏതൊരു ശക്തിയുടെ പിടിയിൽ നിന്നും ഇന്ന് പകൽ നീ മടങ്ങി വരണം. ദൈവാത്മാവ് പറയുന്നത് ശ്രദ്ധിച്ച്, ആത്മീകരെന്ന് പേർ പറയുന്ന പലരും ആത്മീകം തൊട്ട് തേച്ചിട്ടില്ലാത്ത ചിലരോട് കർത്താവ് പറയുക, നീ മടങ്ങി വന്നേ മതിയാകൂ. ഞാൻ പരിശുദ്ധാത്മാവെ വിളിച്ചു പറയാം, നീ മടങ്ങി വന്നേ മതിയാകൂ. ഒരു പ്രവാചകനും നിന്റെ തലേ കൈവച്ച് പ്രവചിക്കണ്ട. നിന്റെ കുറവ് നിനക്കറിയാം. നീ വീണിരിക്കുന്നിടത്തുനിന്നൊരു മടങ്ങി വരവ് ആവശ്യമാണ്. നിന്റെ സംസാര രീതിയിൽ നിന്നൊരു മടങ്ങി വരവ് ആവശ്യമാണ്. നീ പുറത്ത് ആത്മീകം നടിച്ച് അകത്തു കപടത വെക്കുന്നെങ്കിൽ നീ മടങ്ങി വന്നേ മതിയാകൂ. ഒരാമീൻ പറഞ്ഞാട്ടെ, ഒരാമീൻ. ഞാനൊരു കാര്യം പറയാം, പുറത്തെ ഭക്തി കൊണ്ട് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം ഒരു ഫോഷനല്ല. ഒരാമീൻ വരുന്നില്ല. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്നവനാ ദൈവം. കുഞ്ഞെ, നിന്റെ ഏത് വീഴ്ചയും കർത്താവ് പരിഗണിക്കാൻ തയ്യാറാ. പക്ഷെ നീ മടങ്ങി വരാൻ തയ്യാറാകണം. നിന്റെ കപടതകൾ പൊളിഞ്ഞേ പറ്റൂ. നിന്റെ മുഖം മൂടി പൊളിഞ്ഞേ പറ്റൂ. നിന്റെ പൊയ്മുഖം പൊളിഞ്ഞേ പറ്റൂ. നിനക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. എന്നോട് ദൈവാത്മാവ് പറയുക, നീ നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് പാടുന്നുണ്ട്, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിലൊരു വീഴ്ച വന്നെങ്കിൽ മടങ്ങി വന്നേ മതിയാകൂ. ആമേൻ. ശ്രദ്ധിക്കുക, കർത്താവ് പറയുക, കർത്താവിന്റെ സ്തോത്രം, നിന്റെ പക്ഷം അവരെ തിരിക്കാൻ ഞാൻ തയ്യാറാ. നിന്റെ വായ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഒരു കണ്ടീഷൻ, നീ മടങ്ങി വരുമോ? നീ മടങ്ങി വരുമോ? 1000 അനുഗ്രഹങ്ങൾ മുമ്പിൽ വെച്ച് നീട്ടിക്കൊണ്ട് ചോദിക്കുക, ബ്രദർ സിസ്റ്റർ, മടങ്ങി വരുമോ? നിന്നെ റിസീവ് ചെയ്യാൻ കർത്താവ് വില്ലിംഗ് ആണ്. നിന്നെ കൈയേൽക്കാൻ യേശു തയ്യാറാണ്. പക്ഷെ ചോദ്യം, മടങ്ങി വരുമോ? വേദപുസ്തകത്തിലെ ശക്തമായ ശബ്ദമാണ് മടങ്ങി വരിക. ഞാൻ എപ്പോഴും ഓർപ്പിക്കാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഓർപ്പിക്കാം, സാത്താന്റെ ആസക്തി കൊടികുത്തി വാഴുന്ന ഭൂമി മണ്ണായത്. ആമേൻ. ഇവിടെ ഒരുവൻ കൃപയോടെ ജീവിക്കുക എന്ന് പറഞ്ഞ വലിയ അത്ഭുതമാണ്. ഒരാമീൻ പറഞ്ഞാട്ടെ. ഇവിടെ കാറ് കിട്ടിയതും വീട് കിട്ടിയതും ഒന്നുമല്ല അത്ഭുതം. ഒരുത്തൻ ദൈവകൃപ നിലനിൽക്കുന്നതാ ഏറ്റവും വലിയ അത്ഭുതം. ഒരാമീൻ പറഞ്ഞാട്ടെ. ആർക്കും എന്തും പറയാം, പക്ഷെ അവരവർ കൃപയിലാണോന്ന് അവരവർക്കറിയാം. നീ നിന്നോട് തന്നെ ചോദിച്ചേ, നീ വിടേണ്ടതിനെ വിട്ടേ പറ്റൂ. ഇന്ന് പകൽ ആന്തരിക വിശുദ്ധി ആവശ്യമാണ്. നിന്റെ ജീവിതത്തെ കുടുക്കിയിട്ടേക്കുന്ന ഏതൊരു പൈശാചിക വൃന്ദത്തിൽ നിന്നും എന്റെ കർത്താവ് കെട്ടടിച്ചു നിന്നെ മടക്കിക്കൊണ്ടുവരും. ലോർഡ്, എന്നോട് ദൈവാത്മാ പറയാ, ചിലർ മടങ്ങി വരാൻ സമയമായി. ബ്രദർ, എന്നോട് പരിശുദ്ധാത്മാ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില റോഡിൽ സൈൻ ബോർഡുകളുണ്ട്. സൈൻ ബോർഡിൽ എഴുതിയേക്കുന്ന കേൾക്കണോ, അപകട വളവുകൾ എന്നാണ് സൈൻ ബോർഡിന്റെ ചിഹ്നം. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, 2014 ഇവിടെ മരിച്ചവരുടെ എണ്ണം 340. അതിനർത്ഥം അപകടത്തിലേക്കാണ് നീ പോകുന്നത്. മരിക്കാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവ് ഇന്നൊരു അപകടത്തിന്റെ സൈൻ കാണിക്കുക. നീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിനെ ഇന്ന് നീ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം. നീ റിട്ടേൺ മടങ്ങി വരണം. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥന ഒരു വശത്തൂടെ നടക്കുമ്പോഴും വഴിവിട്ട ജീവിതത്തിലേക്ക് നിന്നെ നയിക്കുന്ന എല്ലാ സ്പിരിറ്റുകളിൽ നിന്നും ഇന്ന് നീ ബ്രേക്ക് ആയിട്ട് നീ റിട്ടേൺ വരണം. രണ്ട് ക്രച്ചസിന്റെ സഹായത്തോടാണ് ഈ മകൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവനൊരു ആക്സിഡന്റ് ഉണ്ടായി.
അതിനകത്ത് അതിഭയങ്കരമായ വേദന ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വടിയില്ലാതെ ഇവനെ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് ഇവനെ തൊടാൻ പോവുക. കർത്താവ് ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുക. വന്നാട്ട് വന്നാട്ട് പിന്നെ വന്നാട്ട് ആഹാ വന്നാട്ട് ആ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു മതിയെനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു മതിയെനിക്ക്. ജീസസ്, യേശു ജീവിക്കുന്നു. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം മാത്രം. അവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എത്ര വർഷമായി? 5 മാസം കഴിഞ്ഞു. 5 മാസമായി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. 5 മാസത്തിന് ശേഷം ക്രച്ചസ് ഇല്ലാതെ പറഞ്ഞു ഡോക്ടർ. ഈ 5 മാസത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതെ, ഇതില്ലാതെ നടക്കുന്ന ആദ്യമായിട്ടാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത്. ജീസസ്, യേശു ജീവിക്കുന്ന ദൈവമായി ഇതിന്റെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുക. ആന്റി, എന്താ ആന്റിയുടെ പേര്? എന്റെ പേര് സിജു. മോന്റെ പേരെന്തുവാ? ജോബ്. ജോബ്. എന്തായിരുന്നു ഈ മോന്റെ അസുഖം? 1 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വേഗം കണ്ടു വരണം ഇങ്ങനെ വന്നതാണ്. അപ്പൊ അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞൊരു ഗ്ലാൻഡാന്ന് പറഞ്ഞു. പക്ഷെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ആന്റിബയോട്ടിക് കൊടുത്തു. കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വട്ടിന്റെ അത്രയും രൂപത്തിൽ പിന്നെ അവിടെ തന്നെ അതുണ്ട്. അവന് വേദനയൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് അറിയാൻ തിരിയുമ്പോഴൊക്കെ നല്ലതായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ അത് പൂർണ്ണമായി സൗഖ്യമായി. ആന്റി, എന്താ പേര്? അന്നമ്മ. എവിടെ സ്ഥലം? പുറമുറ്റം. ഇവിടെ കർത്താവ് വെളിപ്പെടുത്തി ബ്രസ്റ്റിനകത്ത് മുഴയായിട്ട് ഒരാളുണ്ടമ്മ. ഏത് ബ്രസ്റ്റിലായിരുന്നു? വലത് സൈഡിലെ ബ്രസ്റ്റില്. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? 15 വർഷമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഇപ്പോഴോ? വേദന എല്ലാം പോയി. ആമേ, ആ പാടും അവിടെ ഇല്ല, ഒന്നുമില്ല. 15 വർഷമായി ബ്രസ്റ്റിനകത്ത്. എന്താ വലിപ്പമുള്ള മുഴയായിരുന്നു? ഒരു നെല്ലിക്കായുടെ അത്രയും വലിപ്പമുള്ള മുഴ 15 വർഷം ചുമന്നുകൊണ്ട് നടന്നു. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ആ മുഴ അപ്രത്യക്ഷമായി പോയി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ദൈവാത്മാവ് പറയുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ഞാൻ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൈ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശുവിന്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അവരുടെ മേലോട്ട് വരട്ടെ. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ ശാപങ്ങൾ ഒഴിയട്ടെ. അവരുടെ ബന്ധനങ്ങൾ പൊട്ടട്ടെ. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു അസാധാരണ ദൈവ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. അവരുടെ വീടുകളിൽ സമാധാനം നദി പോലെ ഒഴുകി ഇറങ്ങട്ടെ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തന്നാൽ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും തിരുവല്ല പുഷ്പഗിരി റോഡിൽ ഓയിസ്റ്റർ കൺവെൻഷൻ സെന്റർ, എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മേനോൻ ഹാൾ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് 15 ലക്ഷം പേരുടെ കയ്യിൽ നിങ്ങൾക്ക് വചനം എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന്റെ ഭാഗം ജീസസ് വോയിസിന്റെ TV ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു തരിക. വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.